നമ്മൾ മെൻസ് എപ്പോഴും അട്രാക്റ്റീവായിട്ടിരിക്കാനാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കെയർ, ഗ്രൂമിങ്, ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെൻസിന് അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ബോഡി ഫീച്ചേഴ്സും ഉണ്ട്. 10 അൺഅട്രാക്റ്റീവ് ബോഡി ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറയാൻ പോകുന്ന 10 ഫീച്ചേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊള്ളില്ല എന്നല്ല, പകരം അട്രാക്റ്റീവ് ആകുന്നില്ല എന്ന് മാത്രമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റോഡ് ടു 50K ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് 10 അൺഅട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നതാണ് ബാഡ് ബ്രെത്ത് ഓർ ബോഡി ഓർഡർ. വായ്നാറ്റം എന്നുള്ളത് നമ്മളെ വളരെയധികം അൺഅട്രാക്റ്റീവ് ആക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ദിവസം 2 നേരം പല്ല് തേക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് നാക്ക് വടിക്കുക. 70% വായ്നാറ്റം വരുന്നത് നാക്ക് വടിക്കാത്തത് കാരണമാണ്. അതുകൊണ്ട് നാക്ക് വടിക്കുക. അതുപോലെ നല്ല സ്മെല്ലുള്ളൊരു ചൂവിംഗം ചവയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ ബാഡ് ബോഡി സ്മെല്ല് മാറ്റാനായിട്ട് ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കുക. അതുപോലെ നല്ല പെർഫ്യൂംസുകൾ ഉപയോഗിക്കുക. 500 രൂപയിൽ താഴെ വരുന്ന ബെസ്റ്റ് പെർഫ്യൂംസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ആ വീഡിയോ എടുക്കാൻ പോയി കാണുക. രണ്ടാമത്തെ അൺഅട്രാക്റ്റീവ് എന്നുള്ളത് ബീയിങ് ഓവർ വെയ്റ്റ് ഓർ ഒബീസ്, അതായത് ഓവറായിട്ട് വണ്ണമുള്ളത്, അതായത് ബോഡി ഫാറ്റ്. ബ്രോ ഇപ്പോൾ തടിയുള്ളവരൊക്കെ അൺഅട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. കാരണം ഈ ലോകത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. ഒരുപാട് ബോഡിയൊന്നും ബിൽഡ് ചെയ്തില്ലെങ്കിലും ഒരു നല്ലൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് അവർ. ഓവറായിട്ട് തടിച്ചിരിക്കുന്നത് നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ കാരണമാകും. അതുകൊണ്ട് നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ബോഡി ഫിറ്റാക്കി എടുക്കുക. മൂന്നാമത്തെ അൺഅട്രാക്റ്റീവ് എന്നുള്ളത് ബാഡ് ഹെയർ ഓർ തിന്നി ഹെയർ, അതായത് റിസീഡിങ് ഹെയർ ലൈൻ, അതുപോലെ ഡാമേജ്ഡ് ഹെയർ. മുടി ഇല്ലാത്തവരൊക്കെ അൺഅട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാം. കാരണം മുടി കുറവുള്ള ആളുകൾ ചിലർ അട്രാക്റ്റീവ് ആണ്. ഹെയർ മാക്സിമം കെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. നാലാമതായിട്ട് വരുന്നതാണ് ബീയിങ് ടു ഷോർട്ട്, അതായത് പൊക്കക്കുറവുണ്ടെന്നും പറഞ്ഞ് കളിയാക്കൽ ഏറ്റുവാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പൊക്കക്കുറവുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് അൺഅട്രാക്റ്റീവ് ആണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് പ്രായത്തിനനുസരിച്ച് പൊക്കക്കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ കോമ്പാറ്റ് ബൂട്ടുകൾ വെയർ ചെയ്യുക. അതുമാത്രമുള്ള ഏക വഴി. ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. കാരണം ഹൈറ്റ് കുറവുള്ള എത്ര ആളുകൾ ജീവിതത്തിൽ വിജയിച്ച് സക്സസ്ഫുൾ ആയിട്ട് ഹാൻസം മാൻ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഡോണ്ട് വെറി, വർക്ക് ഹാർഡ്, ബിലീവിങ് യുവർ സെൽഫ്. അഞ്ചാമതായിട്ട് വരുന്നതാണ് ടു മച്ച് ബോഡി ഹെയർ, അതായത് ബോഡിയിൽ ഒരുപാട് ഹെയർ വളർന്നു കിടക്കുന്നത്. ഇത് ശരിക്കും അൺഅട്രാക്റ്റീവ് തന്നെയാണ്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ചെസ്റ്റ് ഭാഗത്തിലുള്ള ഹെയർ, അതുപോലെ തന്നെ കഷത്തിലുള്ള ഹെയർ, ഇതൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളയണം. അതുപോലെ തന്നെ താടി ഷേപ്പ് ചെയ്ത് അനാവശ്യ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ട്രിം ചെയ്ത് കളയാം. പിന്നീടുള്ളത് അണ്ടർ പാർട്സിലേക്കുള്ള ഹെയർ ആണ്. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. 2 ആഴ്ച കൂടുമ്പോൾ ബോഡി മൊത്തത്തിലൊന്ന് ഗ്രൂമിങ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ്. ആറാമതായിട്ട് വരുന്നതാണ് അഗ്ലി നോയ്സ്, അതായത് മൂക്കിൽ ഒരുപാട് രോമമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ അഴുക്കുള്ള കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അൺഅട്രാക്റ്റീവ് ആണ്. ബിഗ് നോയ്സ് ഉണ്ടെന്നും പറഞ്ഞ് അൺഅട്രാക്റ്റീവ് ആണെന്നല്ല. ബിഗ് നോയ്സ് ഉള്ളവരൊക്കെ ചിലർ അട്രാക്റ്റീവ് തന്നെയാണ്. ഏഴാമതായിട്ട് വരുന്നതാണ് ബാഡ് പോസ്ചർ, അതായത് നമ്മുടെ പോസ്ചർ വളഞ്ഞാണെങ്കിൽ നമ്മൾ വളരെയധികം അൺഅട്രാക്റ്റീവ് ആണ്. ഇത് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം വളഞ്ഞൊടിഞ്ഞിരിക്കാതെ 3 നെഞ്ച് മുമ്പിലേക്ക് കൊണ്ടുവന്ന് തല ഉയർത്തി നിൽക്കാവുന്നതാണ്. ആൻഡ് ഇത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്ത് പോസ്ചർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആകും. എട്ടാമതായിട്ട് വരുന്നതാണ് ലോങ് ഡേറ്റി ഫിംഗർ നെയിൽസ്, അതായത് നഖം വളർത്തുന്നത്. കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് നഖമുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആണെന്നാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല, അത് അൺഅട്രാക്റ്റീവ് ആണ്. നഖം വളർത്തുന്ന ഒരു മോശം ശീലം കൂടിയാണ്. എല്ലാ ആഴ്ചയിലും നഖം വെട്ടി ക്ലീൻ ആക്കി വെക്കുക. ഒമ്പതാമതായിട്ട് വരുന്നതാണ് ഡാമേജ്ഡ് ഐ, അതായത് കണ്ണ് ചുമന്നും മഞ്ഞിച്ചൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ അൺഅട്രാക്റ്റീവ് ആണ്. ഇത് നമുക്ക് വെള്ളം കുടിക്കുന്നത് വഴി ഫിക്സ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് അലർജി വല്ലതും ആണെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് ഐ ഡ്രോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി 10ാമതായിട്ട് വരുന്നതാണ് ബീയിങ് സ്കിന്നി, അതായത് മെലിഞ്ഞൊട്ടിയിരിക്കുന്നത്. ബ്രോ അപ്പോൾ സ്കിന്നി ആയിട്ടുള്ളവരൊക്കെ അൺഅട്രാക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും അൺഅട്രാക്റ്റീവ് തന്നെയാണ്. ഒരുപാട് മെലിഞ്ഞിരിക്കലാണ് അൺഅട്രാക്റ്റീവ്. അത്യാവശ്യം ചെസ്റ്റും ഷോൾഡറും ഒക്കെ ഉണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആണ്. അതായത് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു സൈസ് നമുക്ക് ഉണ്ടായിരിക്കണം. നല്ലൊരു ഡയറ്റും വർക്കൗട്ടും ചെയ്ത് സ്കിന്നി ഫാറ്റ് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺഅട്രാക്റ്റീവ് ആകുന്ന 10 ബോഡി ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇതൊക്കെ ഉള്ളവർ കൊള്ളില്ല എന്നല്ല, പകരം അട്രാക്റ്റീവ് ആകുന്നില്ല എന്ന് മാത്രമാണ്, അതായത് ആകർഷിക്കുന്നില്ല എന്ന് മാത്രം. ഈ 10 കാര്യങ്ങളുള്ള എത്ര ആളുകൾ ജീവിതത്തിൽ സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു മെൻസ് ഗ്ലോ അപ്പ് വീഡിയോ ആയിട്ട് കാണാം.